കേരളത്തിന്റെ കാർഷിക വികസന രംഗത്തേക്ക് പുതിയ ആശയങ്ങളും പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി CPM-ന്റെ ആഭിമുഖ്യത്തിൽ കേരള പഠന കോൺഗ്രസിന് തുടക്കമായി. കേരളത്തിലെ പൊതുവിതരണ സംവിധാനം താറുമാറായ അവസ്ഥയിലാണെന്ന് കോങ്ങാട് MLA KV വിജയദാസ്. റേഷൻ രംഗത്ത് കൊടിയ അഴിമതിയും ദുർഭരണവുമാണ് നടക്കുന്നതെന്ന് വകുപ്പ് മന്ത്രിയുടെ നേതാവ് തന്നെ പറയുന്നതായും KV വിജയദാസ് MLA. UDF-ഉം LDF-ഉം ഒത്തുകളിച്ചു നടത്തുന്ന രാഷ്ട്രീയ സമരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടതായി BJP ജില്ലാ അധ്യക്ഷൻ C. കൃഷ്ണകുമാർ. BJP നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ ജാഥയ്ക്ക് ഏപ്രിൽ 30-ന് തുടക്കമാവും. നമസ്കാരം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസനം സംബന്ധിച്ച പഠനങ്ങളും ചർച്ചകൾക്കുമായി CPM-ന്റെ ആഭിമുഖ്യത്തിൽ കേരള പഠന കോൺഗ്രസിന് പാലക്കാട് തുടക്കമായി. മുൻ ധനമന്ത്രിയും MLA-യുമായ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. 4ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് പാലക്കാട് ഗവൺമെന്റ് മോയൻ LP സ്കൂളിൽ തുടക്കമായി. ചടങ്ങ് ഡോക്ടർ TM തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. അന്നത്തെ നിന്ന് കേരളം ഒത്തിരി മാറിയിട്ടുണ്ട്. ഭൂപരിഷ്കരണം തന്നെ എത്ര വലിയ മാറ്റമുണ്ടാക്കിയത്. ഈ മാറിയ കേരളത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വേണ്ടത്ര ആഴത്തിൽ നടന്നിട്ടുണ്ട്. അത്തരത്തിലൊരു വലിയ സംവാദം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1ാം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് VMS-ന്റെ അധ്യക്ഷതയിൽ വിളിച്ചുകൂട്ടപ്പെട്ടത്. VMS നേരിട്ട് സ്വന്തം കയ്യൊപ്പിട്ട് കേരള സർവകലാശാലകളില്, പുറത്തുള്ള സർവകലാശാലകളില് കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയ ആളുണ്ടെങ്കിൽ അവർക്ക് കത്തിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യം, നമ്മുടെ CWRDയുടെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ജെയിംസ് ഒരു ദിവസം കൂടി. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകർ അനുഭവങ്ങൾ പങ്കുവച്ചു. 3 സെഷനുകളായിരുന്നു ക്ലാസുകൾ നടത്തിയത്. വടക്കൻ മേഖലാ ചർച്ചയിൽ ബിമൽ ഘോഷ് അധ്യക്ഷത വഹിച്ചു. മധ്യമേഖലാ ചർച്ചയിൽ PM ജോഷി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രദീപ് കുമാർ, ഡോക്ടർ A. പ്രേമ, ഡോക്ടർ R. മുരളീധര പ്രസാദ്, ഡോക്ടർ A. പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. 28-ന് നടക്കുന്ന കാർഷിക സെമിനാർ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ S. രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് രാമേന്ദ്രൻ പിള്ളയാണ്. പൊതുവിതരണ രംഗത്ത് വലിയ അഴിമതിയാണ് നടക്കുന്നതെന്ന് KV വിജയദാസ് MLA പറഞ്ഞു. ഇക്കാര്യം പറയുന്നത് LDF അല്ല, പകരം വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയിലുള്ളൊരു നേതാവ് തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അഴിമതി അവസാനിപ്പിച്ചേ മതിയാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കിൻഡലിന് 200 രൂപ കമ്മീഷൻ അനുവദിക്കാം, ആട്ട, പഞ്ചസാര എന്നിവ ഡോർ ഡെലിവറി നടത്താൻ തുടങ്ങിയ ആവശ്യങ്ങൾ കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നടത്തിയ സമരത്തെ തുടർന്ന് 2014 ഫെബ്രുവരിയിൽ സർക്കാർ സമ്മതിച്ചിരുന്നു. എന്നാൽ നവംബർ മാസം വരെയും ഇത് ഒന്നും നടപ്പാക്കിയില്ല. തുടർന്ന് നവംബറിൽ 12 ദിവസം വീണ്ടും സമരം നടത്തി. ഇതിൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടാണ് സമരം ഒത്തുതീർപ്പായത്. എന്നിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടുധർണ സംഘടിപ്പിച്ചത്. കടകളടച്ചായിരുന്നു പ്രതിഷേധം. KV വിജയദാസ് MLA ഉദ്ഘാടനം ചെയ്തു. ഡിപ്പാർട്ട്മെന്റിലെ പാർട്ടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ആ നേതാവിന്റെ പിന്നാലെ പോയി കൂടി ഒരു റേഷൻ കട അനുവദിക്കുക. അങ്ങനെ റേഷൻ കടകളെ വലിയ തോതിൽ അപകടത്തിലാക്കുക, റേഷൻ ഡീലർമാരെ തമ്മിലടിപ്പിക്കുക. പകരം ഈ റേഷൻ കടയിലേക്ക് അനുവദിക്കപ്പെട്ട കാർഡ് ഉടമകൾ ഒരു കടയിലുള്ള അതേ ആളെ മറ്റൊരു കടയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ റേഷൻ കാർഡ് ഉടമ ഈ കടയിലാണോ റേഷൻ വാങ്ങിക്കുക, ആ കടയിലാണോ റേഷൻ വാങ്ങിക്കുക എന്ന് ആശയക്കുഴപ്പത്തിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ ആ കാർഡ് ഉടമ ഏത് കടയിലും പോകാൻ അനുവദിക്കാത്ത ഒരു സംവിധാനം ഉണ്ടാകുക. അങ്ങനെ പൊതുവിതരണ സമ്പ്രദായം തലതിരിഞ്ഞ രീതിയിലേക്ക് ഇവിടെ എത്തിച്ചു. എന്തിനേറെ പറയണം, ടെലിവിഷൻ ചാനലിലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് റേഷൻ ഡീലർമാരുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രിയുടെ പാർട്ടി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ നേതാവായിട്ടുള്ള ജോണി നെല്ലൂർ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചെയർമാനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പിൽ സർവത്ര അഴിമതിയാണ് നടക്കുന്നത് എന്ന്. കേരള കോൺഗ്രസ് B പാർട്ടി തന്നെ, കേരള കോൺഗ്രസ് ജേക്കബ്
പറയേണ്ട ഗതികേടിലേക്ക് ഈ നമ്മുടെ സംസ്ഥാനം മാറിയില്ലേ? ഞങ്ങളാരുമല്ല പറഞ്ഞത്, നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ് പറഞ്ഞത്. ആരാധന ഉത്തരവാദി? റേഷൻ ഡീലർമാരെ തെരുവിലേക്ക് തള്ളിവിട്ടതാരാ? നിങ്ങളല്ലേ? റേഷൻ ഡീലർമാർക്ക് മാന്യമായ രീതിയിൽ ഡോർ ഡെലിവറി കൊടുക്കാം. ചർച്ചയിൽ പങ്കെടുത്തത് പറഞ്ഞതാണ്, അവർക്ക് വാക്ക് കൊടുത്തതാണ്, ഉറപ്പ് കൊടുത്തതാണ്. നിങ്ങൾ പാലിച്ച മന്ത്രി ഈ അടുത്ത കാലത്ത് ഒരു പ്രഖ്യാപനം നടത്തി. കേരളത്തിലേക്ക് വെട്ടിക്കുറച്ച റേഷന്റെ വിഹിതം പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ ഞങ്ങൾ വിടില്ല. ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും കാണും. അദ്ദേഹം ഡൽഹിക്ക് പോയി. എന്നിട്ടോ പോയി മിണ്ടാതെ വന്നു. വണ്ടിക്കൂലി നഷ്ടം 10 നയ പൈസ കിട്ടിയ ആ പ്ലെയിൻ ചാർജ് നഷ്ടമെന്നല്ലാണ്ട് റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചോ? ഇല്ല, സാധിച്ചില്ല. കേരളത്തിന്റെ അവകാശം നേടിയെടുക്കാൻ ഈ മന്ത്രിക്കോ ഈ ഗവൺമെന്റിനോ കഴിയുന്നില്ല. സെക്രട്ടറി ശിവദാസ് വേലിക്കാട്, പ്രസിഡന്റ് ടി മൊയ്തുകുട്ടി, കെ ചന്ദ്രൻ, മഹേഷ്, റഹീം, പ്രസാദ്, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF മന്ത്രിസഭയിൽ അഴിമതിയിൽ പേരില്ലാത്ത ഒരു മന്ത്രി പോലുമില്ല എന്ന് BJP നേതാവ് C. കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM-ഉം കോൺഗ്രസും അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് നടത്തുന്നതെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP നടത്തുന്ന യാത്ര ഏപ്രിൽ 30-ന് ആരംഭിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള മന്ത്രിസഭയിലെ അഴിമതി ആരോപണത്തിന് വിധേയരാവാത്ത മന്ത്രിമാരുടെ എണ്ണം ഇല്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് എല്ലാ മന്ത്രിമാർക്കെതിരെയും വകുപ്പുകൾക്കെതിരെയും ആരോപണം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ ചരിത്രം നോക്കിയാൽ അഴിമതി ആരോപണ വിധേയരായ മന്ത്രിമാര് തൽസ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിട്ട ചരിത്രമാണ് കേരളത്തിൽ. പക്ഷെ അതെല്ലാം വ്യത്യസ്തമായിട്ട് അഴിമതി ആരോപണ വിധേയരായിട്ടുള്ള മന്ത്രിമാര് ആ സ്ഥാനത്ത് തുടരുന്ന ചിത്രമാണെന്ന് കേരളത്തിൽ കാണുന്നു. അതുപോലെ തന്നെ ഇതിനെതിരായിട്ട് ഒരു പ്രതിപക്ഷത്തിന്റെ റോള് കൈകാര്യം ചെയ്യേണ്ട ഇടതുപക്ഷം ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുക. ഇടതുപക്ഷം നടത്തുന്ന സമരങ്ങൾ മുഴുവൻ UDF-ഉമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് സമരങ്ങളായിട്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങൾ മാറിയിരിക്കുക. കേരളത്തിലെ ജനങ്ങള് UDF-ഉം LDF-ഉം തമ്മിലുള്ള ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുക. അതേസമയത്ത് കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുക. കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ല നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പാലക്കാട് ജില്ലക്കാരുടെ ആവശ്യമായിട്ടുള്ള IIT ആദ്യ ബഡ്ജറ്റിൽ തന്നെ പാലക്കാടിന് അനുവദിക്കാൻ കഴിയും. അതുപോലെ തന്നെ കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് അനിശ്ചിതത്വത്തിലായിരുന്ന കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിരിക്കും. അതുപോലെ തന്നെ റെയിൽപാതകളുടെ പണി, പൊള്ളാച്ചി പാലക്കാട് റെയിൽപാതയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക ആദ്യ ബഡ്ജറ്റിൽ തന്നെ വകയിരുത്തിയത് മൂലം ഇന്ന് പൊള്ളാച്ചി പാലക്കാട് പാതയുടെ പണി മെയ് മാസത്തോടുകൂടി പൂർത്തിയാവുന്ന നിമിഷം. അഴിമതി, ഒത്തുതീർപ്പ് രാഷ്ട്രീയം, വികസന മുരടിപ്പ് എന്നിവ ഉയർത്തി BJP ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പാലക്കാട് ജില്ലയിൽ രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിക്കും. പ്രചരണ ജാഥ ഏപ്രിൽ 30-ന് ഒലവക്കോട് വെച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മെയ് 5-ന് സമാപിക്കുന്ന ജാഥ കൊല്ലങ്കോട് CK പത്മനാഭനാണ് ഉദ്ഘാടനം ചെയ്യുക. വിവിധ പഞ്ചായത്തുകളിൽ ജാഥയ്ക്ക് സ്വീകരണമൊരുക്കും. ജാഥാവേളയിൽ K. സുരേന്ദ്രൻ, AN. രാധാകൃഷ്ണൻ, VV. രാജൻ, KS. രാജൻ, PM. വേലാതൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ C. കൃഷ്ണകുമാറിന് പുറമെ P. വേണുഗോപാൽ, ബാസി എന്നിവരും പങ്കെടുത്തു. 14 ജില്ലകളിലും കേരളത്തിലെ അഴിമതി, അതുപോലെ തന്നെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം, കേരളത്തിലെ വികസന മുരടിപ്പ്, കേന്ദ്രത്തിലെ മോദി സർക്കാർ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് നടപ്പാക്കിയ വികസന പദ്ധതികൾ, ഈ കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രചരണ ജാഥകൾ നടത്തുവാൻ തീരുമാനിച്ചു. 14 ജില്ലകളിലും ജില്ലാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഏതാണ്ട് എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും സ്വീകരണങ്ങൾ നൽകുന്ന രീതിയിലാണ് യാത്രകൾ നിശ്ചയിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ ഈ രാഷ്ട്രീയ പ്രചരണ ജാഥ ഏപ്രിൽ മാസം 30-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഒലവക്കോട് വെച്ച് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ V. മുരളീധരൻ അവർ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 30-ന് ആരംഭിക്കുന്ന ജാഥ 1, 2, 3, 4, 5 ദിവസങ്ങളിലെ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ
സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 5-ാം തീയതി വൈകുന്നേരം കൊല്ലങ്കോട് നെന്മാറ നിയോജകമണ്ഡലത്തിലെ കൊല്ലങ്കോട് സമാപിക്കും. സമാപന പൊതുയോഗം, സമാപന സമ്മേളനം BJP യുടെ ദേശീയ സമിതി അംഗം ശ്രീ CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും.